ഇതിനിടെ സൈബർ അധിക്ഷേപത്തിൽ പരാതിയുമായി നടി മാല പാർവതിയും രംഗത്ത് വന്നു. യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് താഴെ വന്ന അശ്ലീല കമന്റിലാണ് നടി സൈബർ പോലീസിൽ പരാതി നൽകിയത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, നമുക്കിപ്പോൾ അറിയാം ഹണി റോസിന്റെ കേസ് അത് ഗൗരവമായി പോലീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാല പാർവതിയും ഏതാണ്ട് സമാനമാണെന്ന് തോന്നുന്നു. കൂടുതൽ 30ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ അശ്ലീല കമന്റ് ഇട്ടതിനാണ്. പോസ്റ്റിന് താഴെ സമാനമായ കേസ് തന്നെയല്ലേ മാല പാർവതിയുടേതും? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. ഇത് ഡിസംബർ 2-നാണ് ആദ്യം ഒരു പോസ്റ്റ് വരുന്നത്. ആ യൂട്യൂബിൽ വന്ന വീഡിയോ തന്നെ മോശം വീഡിയോയാണ്. അത് നടിമാരുടെ സ്വഭാവ ഹത്യ അങ്ങനെയുള്ളൊരു പോസ്റ്റായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ആ യൂട്യൂബ് ചാനലിന്റെ ഉടമ. ചെന്നൈയിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത്. ആ കാര്യമെല്ലാം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ വീഡിയോ തന്നെ മോശമാണ്. അതിന് വന്നൊരു കമന്റ് ആണ് അതിനേക്കാൾ മോശം. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില വസ്തുതകൾ എന്ന രീതിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലാണ് മാല പാർവതി പരാതി കൊടുക്കുകയും സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒരു ടൈഗർ എന്ന് തുടങ്ങുന്ന ഒരു വ്യാജ ഐഡിയ ആണ്. അത് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഫേക്ക് ഐഡിയ ആണെന്നുള്ള കാര്യം. അധികം ആക്റ്റീവ് അല്ല എന്ന കാര്യമാണ് സൈബർ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പക്ഷെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഡിസംബറിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി മുമ്പാകെ മാല പാർവതി മൊഴി നൽകുകയും ചെയ്തിരുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മാല പാർവതിയുടെ പ്രതികരണം ന്യൂസ് 18നോട് കഴിഞ്ഞ ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്നു. നിയമ നടപടി തുടരുമെന്നും ഇതിനും മുൻപും നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും നടി ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു മാനസിക അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണിത്. മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അശ്ലീലം പറയാൻ ധൈര്യം വരുന്നത് എവിടെയാണെന്നാണ് നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. ഡിസംബർ 2-ാം ഞാൻ ആദ്യം ഈ പോസ്റ്റ് കാണുന്നത്. ഒരു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നുള്ള പേരില് നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളത്. അവരുടെ ചാനലാണത്. അതിലാണ് ഈ വീഡിയോ വന്നത്. അതിൽ എന്റെ ധാരാളം ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ താഴെ ടൈഗർ എന്ന് -7x3 എന്നോ അങ്ങനെ എന്തോ ഒരു അതിന്റെ ഡീറ്റെയിൽ അതിന്റെ പേര് ഞാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഐഡിയിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം, ഒരു അലിഗേഷൻ പോലെ ഒരു സെന്റൻസ് എഴുതി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ അതിന്റെ താഴെ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് ഞാൻ ഈ മെസ്സേജിന്റെ താഴെയും അല്ലാതെയും ഞാൻ അതിന്റെ അടിയിൽ എഴുതി. ഞാൻ ഈ ടൈഗറിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം ഈ സൈബർ പോലീസ് അന്വേഷിച്ചപ്പോ യൂട്യൂബ് പറഞ്ഞത് അതിന് കുറച്ച് അധികം ഒന്നും ആക്ടിവിറ്റി ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ആക്ടിവിറ്റി വരികയാണെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു അവരെന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ അവരെ ആക്ടിവിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആക്ടിവിറ്റി കുറച്ച് വെച്ചിട്ട് എന്തും തെറി പറയാമെങ്കിലേ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാമെങ്കിൽ അത് ശരിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റിനടുത്ത് മൊഴി കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. പോയി ഡിസംബർ 28-ാം തീയതി മൊഴി കൊടുത്തു.